ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ടോപ്പിക്കാണ് ബാക്ക് ടു ബാക്ക് IVF. അതായത് IVF സൈക്കിൾസിൻ്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടാകണം, അതുപോലെ നമുക്ക് ഒരു IVF സൈക്കിൾ ഫെയിൽ ആയതിനു ശേഷം ഉടനെ തന്നെ നെക്സ്റ്റ് IVF സൈക്കിൾ ചെയ്യാമോ, അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ചെയ്താൽ അതിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുന്നത്, അതിനെന്തെങ്കിലും റിസ്ക് ഉണ്ടോ, കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പം നമുക്ക് വേഗം തന്നെ ഒട്ടും ഡിലേ ഇല്ലാതെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാം IVFൽ സക്സസ് റേറ്റ് 100% ഇല്ല എന്ന്. നമ്മൾ മാക്സിമം 100% സക്സസ് റേറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കും, പക്ഷേ അത്രയും ഇല്ല എന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിലൂടെ, നമുക്ക് നമ്മുടെ സയൻറ്റിഫിക് റിസർച്ചിലൂടെ ഒക്കെ മനസ്സിലായിട്ടുള്ളതാണ്. അതായത് 10 കപ്പിൾസിൽ IVF ചെയ്താൽ അതിൽ 4 to 5 കപ്പിൾസിൻ്റെ പോസിറ്റീവ് ആകാറുണ്ട്. ബാക്കിയുള്ള പേഷ്യൻസിന് IVF ഫെയിലിയർ എന്തായാലും നേരിടേണ്ടി വരാറുമുണ്ട്. IVF ഫെയിൽ ആയ നിമിഷം തന്നെ ആദ്യം വരുന്ന ഒരു ചോദ്യമാണ്, ഇനിയും നെക്സ്റ്റ് IVF സൈക്കിൾ നമുക്ക് എത്ര ഗ്യാപ്പ് ഇട്ടാണ് ചെയ്യേണ്ടത്, ഉടനെ ചെയ്യാമോ അതോ കുറച്ച് ഗ്യാപ്പ് ഇടേണ്ടി വരുമോ? അതായത് നമ്മുടെ ശരീരം ഒന്ന് പ്രീവിയസ് IVF സൈക്കിളിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് സമയം കൊടുക്കേണ്ടതുണ്ടോ? അപ്പോൾ അത് പറയുമ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ കാര്യം, നിങ്ങളുടെ എംബ്രിയോ ട്രാൻസ്ഫർ ഫ്രഷ് ആയിരുന്നോ അതോ ഫ്രോസൺ ആയിരുന്നോ എന്നുള്ളത്. ഇപ്പോഴൊക്കെ 80% സൈക്കിൾസും ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണ് ചെയ്യാറുള്ളത്. ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിൽ ഓവറീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാറില്ല. ഓവറീസ് ഫിസിയോളജിക്കൽ ഫോമിൽ നോർമൽ സൈസിൽ തന്നെ ആയിരിക്കും. IVFന്റെ പ്രോസസ്സ് ചെയ്യുമ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. പക്ഷേ സൈക്കിൾ ഫെയിൽ ആയിട്ട് പീരീഡ്സ് ആകുമ്പോൾ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ലെവൽ ഡൗൺ ആകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആയിരുന്നു എങ്കിൽ, അത് ഫെയിൽ ആയിട്ടുണ്ട് എങ്കിൽ, അപ്പോൾ നിങ്ങളുടെ പീരീഡ്സ് ആയതിനു ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് IVF സൈക്കിൾ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് IVF സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡോക്ടർ നിങ്ങളുടെ പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ ഓവറീസിൻ്റെ സൈസ്, എൻഡോമെട്രിയൽ തിക്നസ്, ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ലെവൽ ഒക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ എൻഡോമെട്രിയൽ തിക്നസ് 6 mm കുറവായിരിക്കണം. 2 ഓവറീസ് ക്വയറ്റ് ആയിരിക്കണം. അതായത് അതിൽ ഒരു ഫോളിക്കിളോ കോർപ്പസ് ലൂട്ടിയമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഈസ്ട്രോജൻ ലെവൽ ലെസ് ദാൻ 60 ആയിരിക്കണം. പ്രൊജസ്ട്രോൺ ലെവൽ ലെസ് ദാൻ 1.5 ആയിരിക്കണം. ചില കേസസിൽ ഒക്കെ ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്. ഒവേരിയൻ സ്റ്റിമുലേഷന് ശേഷം എഗ് റിട്രീവൽ, അതിനുശേഷം ഫ്രഷ് സൈക്കിളിൽ തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ ബീറ്റ HCG നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ബാക്ക് ടു ബാക്ക് സൈക്കിൾ ചെയ്യാൻ ആഗ്രഹിച്ചാൽ, അതായത് ഇമീഡിയറ്റ് നെക്സ്റ്റ് സൈക്കിളിൽ സ്റ്റിമുലേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അപ്പോൾ ഡോക്ടർ മേജർ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, സ്റ്റിമുലേഷന് ശേഷം നിങ്ങളുടെ ഓവറീസ് പഴയതുപോലെ നോർമൽ സൈസിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. രണ്ടാമതായി, നിങ്ങളുടെ ഹോർമോണൽ ലെവൽ, അതായത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ബേസ് ലൈനിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. കൂടുതലും ട്രാവൽ ചെയ്യുന്ന കപ്പിൾസ്, അതായത് വേറെ സ്ഥലത്തു നിന്നൊക്കെ IVF ചെയ്യിപ്പിക്കാനായിട്ട് വേറെ സ്ഥലത്തൊക്കെ വന്നിരിക്കുന്ന കപ്പിൾസാണ് IVF ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത IVF എളുപ്പം പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ബാക്ക് ടു ബാക്ക് IVF സൈക്കിൾസിൽ 2 മേജർ കൺസേൺസ് ഉണ്ട്. ആദ്യത്തേതാണ് IVFിലുള്ള ഇമോഷണൽ റിക്കവറൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം IVF സൈക്കിൾ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റ് ആണെന്ന്. ഇതിൽ ഒരുപാട് ഇമോഷൻസ് മാറി മറിഞ്ഞുണ്ടാകും. IVF നെഗറ്റീവ് ആയി കഴിയുമ്പോൾ തന്നെ വേറെ ഒരു മാനസികാവസ്ഥ
അവസ്ഥയിലേക്ക് എല്ലാവരും പോയിട്ടുണ്ടാകും. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് കുറച്ചൊരു സമയം നിങ്ങൾക്ക് തന്നെ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ്. ഈ ഒരു ട്രോമയിൽ നിന്ന് നിങ്ങളെ തന്നെ ഒന്ന് റിക്കവർ ചെയ്തതിന് ശേഷം അടുത്ത IVF സൈക്കിൾ ചെയ്യിക്കുന്നതിന് പ്ലാൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു പക്ഷേ ലോജിസ്റ്റിക്കലി പോസിബിൾ ആണെങ്കിൽ ഞാൻ പേഴ്സണലി തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് 2 സൈക്കിൾസിന്റെ ഇടയ്ക്ക് കുറഞ്ഞത് 1 മാസം ഗ്യാപ്പ് ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന്. ചില കേസസിൽ കപ്പിൾസ് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിനെ പറ്റി ഒരുമാതിരി എല്ലാം തന്നെ അറിയാം, ഞങ്ങൾക്കറിയാം ഈ ഒരു പ്രോസസ്സിൽ 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇമോഷണലി അത്ര കുഴപ്പമൊന്നുമില്ല, IVF ഫെയിലിയർ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ, അതായത് നിങ്ങളെ തന്നെ ഇമോഷണലി ഫിറ്റായി കാണുന്നുണ്ട് എങ്കിൽ ഡോക്ടർ നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ് എല്ലാം നോക്കി കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് സൈക്കിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് സ്റ്റിമുലേഷൻ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ മെയിൻ സിറ്റുവേഷൻ ആണ് എംബ്രിയോ അക്യുമുലേഷൻ. എംബ്രിയോ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ സൈക്കിൾസിൽ നിന്നും എംബ്രിയോസിനെ അക്യുമുലേറ്റ് ചെയ്യും. ആ സൈക്കിളിൽ കുറേ പ്രാവശ്യം ആക്ച്വലി ബാക്ക് ടു ബാക്ക് IVF ചെയ്യും. അതായത് സ്റ്റിമുലേഷൻ ശേഷം ട്രിഗർ കൊടുത്ത് പിക്കപ്പ് ചെയ്യും. ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് സൈക്കിളിന്റെ സ്റ്റിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം പിക്കപ്പ് വീണ്ടും ചെയ്യും. അപ്പോൾ ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ തന്നെയാണ്. അതാണ് എംബ്രിയോ അക്യുമുലേഷൻ. അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി ബാക്ക് ടു ബാക്ക് സ്റ്റിമുലേഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിനെ പറ്റി നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും മാറി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.